ആണ്ട് ചിങ്ങമാസം 22, അതായത് 7/9/2025 ഞായറാഴ്ച രാത്രി പൂരോരുട്ടാതി നക്ഷത്രത്തിൽ കുംഭക്കൂറിൽ സമ്പൂർണ്ണ രാഹു ഗ്രസ്ത ചന്ദ്രഗ്രഹണം നടക്കും. സ്പർശം രാത്രി 9:57, മധ്യകാലം രാത്രി 11:42, മോക്ഷം വെളുപ്പിന് 1:26. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. ഈ സമയത്ത് ഭൂമി സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ തടയുകയും അതിന്റെ നിഴൽ ചന്ദ്രനുമേൽ പതിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും. സാധാരണയായി പൗർണമി ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. കാരണം ഈ സമയത്താണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യന് പൂർണ്ണമായി എതിർദിശയിൽ വരുന്നത്. ഭൂമിയുടെ നിഴലിന്റെ തീവ്രത അനുസരിച്ച് ചന്ദ്രൻ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മറയ്ക്കപ്പെടാം. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ പൂർണ്ണമായും മറയുന്നത് പൂർണ്ണചന്ദ്രഗ്രഹണമായും ഭാഗികമായും മറയുന്നത് ഭാഗിക ചന്ദ്രഗ്രഹണമായും അറിയപ്പെടുന്നു. അതുപോലെ പൂർണ്ണചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന സൂര്യപ്രകാശത്തിന്റെ നിറം ചന്ദ്രനെ ചുവപ്പ് കലർന്നതായി കാണാനും കാരണമാകാറുണ്ട്. കാരണം സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ വളഞ്ഞ് ചന്ദ്രനിലേക്കെത്തുന്നു. അന്തരീക്ഷത്തിലെ മറ്റു നിറങ്ങൾ വലിച്ചെടുക്കപ്പെടുകയും ചുവപ്പ് നിറം മാത്രം ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു. ഗ്രഹണം നടക്കുമ്പോൾ ഏതു നക്ഷത്രത്തിലാണ് ഗ്രഹണം നടക്കുന്നതെങ്കിൽ ആ നക്ഷത്രക്കാർക്കും അതിന്റെ അനുജന്മം ത്രിജന്മം നക്ഷത്രക്കാർക്കും ദോഷമുണ്ടാവും. ഇവിടെ പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ പൂരോരുട്ടാതി, പുണർദ്ധം, വിശാഖവും രാഹുവിന്റെ നക്ഷത്രങ്ങളായ തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാർക്കും കർക്കിടകം ലഗ്നമായോ അഥവാ ചന്ദ്രലഗ്നമായോവായി ഭൂജാതനായവർക്കും ഏത് ലഗ്നത്തിൽ ഭൂജാതനായാലും നിലവിൽ ചന്ദ്രദശയോ ചന്ദ്രന്റെ അപഹാരമോ ചന്ദ്രന്റെ ഛിദ്രമോ നടക്കുന്നവർക്കും കന്നി ലഗ്നത്തിലോ മീനലഗ്നത്തിലോ ഭൂജാതനായവർക്കും ഗ്രഹണത്തിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നതിനിടയുള്ളവരാണ്. ദ്രവ്യനാശം, ശരീരപീഠകൾ, വ്രണങ്ങൾ, ധനപരമായ വിമങ്ങൾ, തൊഴിൽ രംഗത്ത് അസ്വസ്ഥത, മനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങളുണ്ടാക്കാം. മുകളിൽ പറഞ്ഞ ദോഷാനുഭവങ്ങൾ ഗ്രഹണദിവസം മുതൽ 14 ദിവസം അധികമായും, ഗ്രഹണം മുതൽ 27 ദിവസം മധ്യമായും, ഗ്രഹണം മുതൽ 42 ദിവസം സാമാന്യമായും അനുഭവിക്കുവാൻ ഇടയുള്ളതിനാൽ ദോഷശാന്തിക്കായി ദേവീഭജനവും ശിവഭജനവും നല്ലതാണ്. ഗ്രഹണം ആരംഭിക്കുന്നതിന് മുൻപ് കുളിച്ച് ഭസ്മം ധരിച്ച് ഗ്രഹണസ്പർശം മുതൽ ഗ്രഹണാന്ത്യം വരെ പഞ്ചാക്ഷരി മന്ത്രം ശ്രദ്ധയോടെ ജപിക്കുകയും ചന്ദ്രഗായത്രി ജപിക്കുകയും ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ജലധാര, കൂവളമാല എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. ഗ്രഹണസമയത്ത് ഭക്ഷണം വിഷമയമാകുമെന്നാണ് വിശ്വാസം. അതിനാൽ ഗ്രഹണസമയത്ത് ആഹാരം വർജിക്കുന്നത് നല്ലതാണ്.